നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിനെ റയൽ ബെറ്റീസ് 2-1 പരാജയപ്പെടുത്തുമ്പോൾ എന്ത് പ്രകടനമാണ് ആന്റണി നടത്തിയത്? ആന്റണിയുടെ കളി എങ്ങനെയുണ്ടായിരുന്നു? ആരാധകർക്ക് ഇപ്പോൾ ആന്റണിയെക്കുറിച്ച് പറയാൻ നേരമുള്ളൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് അദ്ദേഹം റയൽ ബെറ്റീസിലേക്ക് എത്തിയിട്ട് പൊളിച്ചെടുക്കുകയാണല്ലോ. ഇന്നലത്തെ കളിക്ക് ശേഷം നമ്മൾ റയൽ മാഡ്രിഡിന്റെ കളിയെക്കുറിച്ചിട്ട് വീഡിയോകളുടെ താഴേക്ക് ആന്റണിയെക്കുറിച്ച് പറയൂ. ആരാധകർ എന്തൊരു ആവേശത്തിലാണ്. ആന്റണിയുടെ ഫാൻ പവർ ഒന്നും പലർക്കും മനസ്സിലായിട്ടില്ലെന്ന്. എന്തായാലും ആന്റണി ഇന്നലെയും മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഗോളും അസിസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 90% മുകളിലാണ് അദ്ദേഹത്തിന് ഇന്നലത്തെ പാസിംഗ് ആക്യുറസി. 2 കീ പാസുകൾ, ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. വലത് പാർശ്വത്തിൽ അദ്ദേഹം മികച്ച പ്രകടനം തന്നെ ഇന്നലെ നടത്തിയിട്ടുണ്ട്. വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ കളിയുടെ കണക്കുകളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ അദ്ദേഹം ഇന്നലെ കളിക്കളത്തിൽ 90 മിനിറ്റ് കളിച്ചിട്ട് 65 ടച്ചുകൾ, 39 പാസ് കൊടുത്തതിൽ 30 ലക്ഷ്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ 90% മുകളിലാണ് പാസിംഗ് ആക്യുറസി. 2 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു, ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അതോടൊപ്പം 7 ഗ്രൗണ്ട് ഡ്യുവൽസിൽ വിൻ ചെയ്തു. 14 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 7 എണ്ണം അദ്ദേഹം വിൻ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ക്ലിയറൻസ് നടത്തി, 6 ടാക്കിളുകൾ അദ്ദേഹം നടത്തുകയുണ്ടായി, ഒരു ഇന്റർസെപ്ഷൻസ് നടത്തി, 2 ക്ലിയറൻസുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് ആന്റണി ഇന്നലെയും നടത്തിയിട്ടുള്ള. sofascore.com അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് 7.2 ആയിരുന്നു. ഏതായാലും ആന്റണിയെ മറ്റൊരു രൂപത്തിലാണ് നമ്മൾ അവിടെ കാണുന്നത്. അയാക്സിൽ ഒരു ആന്റണി ഉണ്ടായിരുന്നു. യുണൈറ്റഡ് പോയപ്പോൾ തുടക്കത്തിൽ അത് കണ്ടെങ്കിലും പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു കളഞ്ഞു. ഇപ്പോൾ വീണ്ടും ആന്റണി ഫോമിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ആരാധകർ പ്രതീക്ഷയിലാണ്. ബ്രസീലിന്റെ അടുത്ത മത്സരങ്ങൾക്കുള്ള പ്രാഥമിക ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിലും ആന്റണി ഇടം പിടിച്ചിട്ടുണ്ട്. ആന്റണി സ്റ്റാറാടാ സ്റ്റാർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.